മുടികൊഴിച്ചിൽ ഇല്ലാതാക്കാനും മുടിയിലുണ്ടാകുന്ന നരയെ വേരിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ എളുപ്പം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളുടെ മുടി നല്ലതുപോലെ കിളിക്കുന്നതും കൂടാതെ തന്നെ നര മാറുന്നതുമാണ്. ഇത് വെറും വാക്ക് പറയുകയല്ല, നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയിലെ ആ ഒരു മാറ്റം കാണാനായിട്ട് സാധിക്കുന്നത്. അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം കേട്ടോ. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. ആൻഡ് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുടികൊഴിച്ചിൽ ഇല്ലാതാക്കാനും മുടി വേരിൽ നിന്ന് തന്നെ നര മാറ്റാനും കൂടാതെ തന്നെ മുടിയിലുണ്ടാകുന്ന ഡാൻഡ്രഫ് പ്രശ്നത്തെ ഇല്ലാതാക്കാനും എളുപ്പം സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ. നിങ്ങളുടെ മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി മുടി നല്ലതുപോലെ വളരുകയും നര മാറുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. പലതരം പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ മുടിക്ക് പലതരം പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. പലരെയും അലട്ടുന്ന മെയിൻ പ്രശ്നമാണ് നരയും മുടി ഒഴിച്ചിലും. അതൊന്നും ഇനി നിങ്ങൾക്ക് വരിക പോലും ചെയ്യില്ല. ഞാൻ ഈ പറയുന്ന കാര്യം ഒരു പ്രാവശ്യം ചെയ്താൽ തീർച്ചയായിട്ടും അതെന്താണെന്നുള്ളതും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതും അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണം എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. പാക്ക് തയ്യാറാക്കുന്നതിന് ഞാനൊരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കൂടുതൽ ലോങ് ആയിട്ടുള്ള മുടിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അളവ് കൂട്ടിയെടുത്താൽ മതി. ഞാനിവിടെ നോർമൽ ഹെയറിനുള്ള അളവിനാണ് എടുക്കുന്നത്. ഞാനൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളാണ് എടുത്തു വച്ചിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇൻഡിഗോ പൗഡർ. ഇൻഡിഗോ പൗഡർ നമ്മുടെ മുടിയുടെ നര മാറ്റാനും മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കാനും മുടിയിലുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് ഇൻഡിഗോ പൗഡറിൽ നിന്ന് സാധിക്കുന്നതാണ്. വളരെയധികം ഗുണങ്ങളാണ് ഇൻഡിഗോ പൗഡറിൽ നിന്ന് നമ്മുടെ മുടിക്ക് ഉണ്ടാവുന്നത്. ഞാൻ അങ്ങനെ 2.5 ടേബിൾ സ്പൂൺ ഇൻഡിഗോ പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നെല്ലിക്കയുടെ പൊടിയാണ്. നെല്ലിക്ക പൊടി നമ്മുടെ മുടിക്ക് വളരെയധികം ഗുണങ്ങളാണ്. മുടി വളരാനും മുടിയിലുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുറച്ചിട്ട് മുടി നല്ലതുപോലെ വേരിൽ നിന്ന് വളർത്തിയെടുക്കാനും നര മാറ്റാനുമൊക്കെ നമ്മുടെ നെല്ലിക്ക പൗഡറിൽ നിന്ന് സാധിക്കുന്നതാണ്. 1 ടേബിൾ സ്പൂൺ നെല്ലിക്ക പൗഡർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്ന മൂന്നാമത്തെ കാര്യം ഷിക്കാക്കി പൗഡറാണ്. ഷിക്കാക്കി പൗഡർ നമ്മുടെ മുടി വളർച്ച കൂട്ടാനും മുടിയിലുണ്ടാകുന്ന നര മാറ്റാനുമൊക്കെ ഷിക്കാക്കി പൗഡറിൽ നിന്ന് സാധിക്കുന്നതാണ്. ഇത് ഷിക്കാക്കി പൗഡർ ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ ഷിക്കാക്കി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ ലോങ് മുടിക്കാണ് ചെയ്യുന്നത്, ഞാൻ ഇപ്പോൾ എടുത്ത അളവൊക്കെ കൂട്ടി എടുത്താൽ മതിയാകും കേട്ടോ. അത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ലതല്ല, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. ഇപ്പം ഈ പൊടിയെല്ലാം കൂടി ചേർത്ത് മിക്സ് ആക്കി വെച്ചിട്ട് ആവശ്യാനുസരണം മിക്സ് ആക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി നമ്മൾക്ക് ഒന്ന് മിക്സ് ആക്കുക. നമ്മളിപ്പം ചേർത്ത എല്ലാ പൊടിയും ഒന്ന് മിക്സ് ആക്കുക. നമ്മളിപ്പോൾ ചേർത്തത് 3 പൊടികളാണ്. ഈ 3 പൊടികളും ഒന്ന് നല്ലതുപോലെ മിക്സ് ആക്കുക. അങ്ങനെ ഞാൻ നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി യൂസ് ചെയ്യുന്നത് തേയില വെള്ളമാണ്. തേയില വെള്ളം എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് ഞാൻ പറയാം. അതായത് 2 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ടിട്ട് ഒരു ദിവസം കുതിർത്ത വെള്ളത്തിനകത്തേക്ക് തേയില തിളപ്പിക്കണം. അതായത് നമ്മളിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ടേക്കുന്നുണ്ടല്ലോ, അത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടയിൽ നമ്മൾ തേയിലപ്പൊടി ഇട്ടിട്ട് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് അതിൻ്റെ ആ ഒരു വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ തേയില വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുന്നേ നമുക്ക് ഈ തേയില വെള്ളം മിക്സ് ആക്കാൻ ഉപയോഗിക്കുന്നതിന് മുന്നേ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് മുടിക്ക് പല കുറവുകളും ഉണ്ട്. അതിനെ ഒരു പരിഹാരം കണ്ടെത്തിയാണ് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ചേർക്കുന്നത് കൊണ്ട് മുടി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന ഉപ്പിൻ്റെ അളവ് നിങ്ങൾ കണ്ടോണം. 1/2 ടേബിൾ സ്പൂൺ ആണ് ഉപ്പ് ഞാൻ ചേർക്കുന്നത്. ഓക്കെ, 1/2 ടേബിൾ സ്പൂൺ, അതിൽ കൂടുതൽ ചേർക്കാനായിട്ട് പാടില്ല. 1/2 ടേബിൾ സ്പൂൺ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് മിക്സ് ആക്കുക. നമ്മൾ മിക്സ് ആക്കാനായിട്ട് ഉപയോഗിച്ച വെള്ളത്തിൻ്റെ അളവൊക്കെ ഓർമ്മയുണ്ടല്ലോ, എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ അറിയാമല്ലോ.
അതേപോലെ ചെയ്യാവുള്ളൂ. എന്നാലേ നമ്മുടെ മുടിക്ക് നല്ലൊരു ഗുണം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് മിക്സ് ആക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ ഉലുവൊക്കെ ഇട്ട് കുതിർത്ത് അതിട്ടിട്ട് തേയില വെള്ളം തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഓക്കെ, അതിനുശേഷം നല്ലതുപോലെ ഇത് മിക്സ് ആക്കുക. ബാക്കി നമുക്ക് ഈ തേയില വെള്ളം തിളപ്പിച്ചത് ബാക്കി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നമ്മൾ ഇതുണ്ടാക്കുന്ന അനുസരിച്ച് അതിൽ ചേർത്ത് മിക്സാക്കി ഉപയോഗിച്ചാൽ മതി. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് തലയിൽ ഉപയോഗിക്കാൻ നോക്കരുത്. അത് മൂടി നമ്മുടെ തണുപ്പ് ചെന്നിട്ട് നമുക്ക് പനി വരും. പുറത്ത് വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. അല്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കയറി നമുക്ക് പനി പിടിക്കും. ഓക്കെ, ഇത് കണ്ടോ മിക്സ് ആവുന്നതുണ്ടോ? ഇത് കണ്ടോ, ഇതുപോലെ മിക്സ് ആവുമ്പോൾ ചെറിയ രീതിയിൽ ലൂസായി മാറും. ഭയങ്കര ലൂസാവാനും പാടില്ല. എന്നാൽ നമ്മുടെ മുടിക്ക് എല്ലാം തേച്ച് പിടിപ്പിക്കുന്ന പരുവത്തിലായിട്ട് മിക്സായി കിട്ടണം. കണ്ടോ, ഇത് കളർ ചേഞ്ച് ആവും. ആ കളർ ചേഞ്ച് ആവുന്ന സമയത്താണ് നമ്മൾ മുടിയിൽ തേച്ച് പിടിപ്പിക്കേണ്ടത്. ഓക്കെ, അതാണ് ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ ഹെയർ പാക്ക്. ഓക്കെ, ഇത് കണ്ടോ. അപ്പം കണ്ടോ, ഇതേ പരുവത്തിലായിട്ട് വേണം. അധികം കട്ടിയാവാനും പാടില്ല, എന്നാൽ അധികം ലൂസ് ആവാനുമായിട്ട് പാടില്ല. നമ്മുടെ ഹെയർ പാക്ക് അങ്ങനെ തയ്യാറായിട്ടുണ്ട്. ഇത് കളർ ചേഞ്ച് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം വേറൊരു കളറിലേക്ക് കാണുന്നുണ്ടല്ലോ, നിങ്ങളുടെ മുന്നിൽ തന്നെ വെച്ച് ഞാൻ കാണിച്ചു തരാം. ഒരു ബ്ലാക്ക് കളറിലേക്ക് വരുന്ന സമയത്താണ് നമ്മളിത് മുടിയിലേക്ക് തേച്ച് അപ്ലൈ ചെയ്യേണ്ടത്. ഞാനിവിടെ എൻ്റെ മുടിയിൽ തേച്ച് കാണിക്കാൻ പറ്റില്ല, എനിക്ക് പനിയാണ്. കാരണം ഹസ്ബൻഡിൻ്റെ മുടിയിലും തേച്ച് കാണിക്കാൻ ഇപ്പോൾ സമയമില്ല, ഹസ്ബൻഡ് ഡ്യൂട്ടിയിലാണ്. അതുകൊണ്ട് ഞാൻ ഈ ഇടയ്ക്ക് ചെയ്തപ്പോൾ എനിക്ക് നല്ല ചേഞ്ച് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ മുടിക്ക് നല്ല ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ടോ നല്ലപോലെ ബ്ലാക്ക് കളറിലേക്ക് മാറുന്ന നിങ്ങൾ കാണുന്നുണ്ട്. കൺമുന്നിൽ വെച്ച് തന്നെ ഞാൻ കാണിച്ചു തരാം. ഇതുകൊണ്ടോ നിങ്ങളുടെ ലൈവായിട്ട് തന്നെ ഉണ്ടോ കളർ ചേഞ്ച് ആവുന്നുണ്ടോ? ഇതങ്ങ് കൂടുതലും ബ്ലാക്കിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യണം. എന്നാലേ അത് മുടിയിൽ പിടിക്കുള്ളൂ. ബാക്കി വരുന്നത് ദയവ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് പിന്നീട് ഉപയോഗിക്കാനായിട്ട് നോക്കരുത്. പൊടി നമ്മൾ വെക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് നമ്മളിപ്പോൾ തയ്യാറാക്കിയ ലിക്വിഡുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മൾ ബാക്കി വരുന്നത് വെച്ചിട്ട് പിന്നെ ഉപയോഗിക്കാമെന്ന് വെക്കുകയാണെങ്കിൽ അത് മുടിയിൽ പിടിക്കില്ല. അവിടെ അതിൻ്റെ ആ ഒരു പ്രവർത്തനം എല്ലാം കഴിഞ്ഞു കഴിയും. അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും ഞാൻ മാറ്റം കാണിച്ചു തരാം. പിന്നെ ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാം, ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്യാം. നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ആഴ്ച 2 പ്രാവശ്യം ചെയ്യുന്നതാണെങ്കിൽ നല്ലതാണ്. എന്തായാലും ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഹെയർ പാക്ക്. ഇപ്പം തന്നെ നമ്മൾ മിക്സ് ആക്കുന്നതനുസരിച്ച് ടൈം അങ്ങോട്ട് പോകും തോറും കളറിൻ്റെ ആ ഒരു മാറ്റം കണ്ടോ? ഹെയറിൻ്റെ ആ ഒരു പാക്കിൻ്റെ കളർ ചേഞ്ചായി വരുന്നുണ്ടോ? കുറച്ചും കൂടി ഇരിക്കുമ്പോൾ ഇത് ഹാർഡ് ബ്ലാക്കിലേക്ക് വരും. അപ്പോഴാണ് നമ്മുടെ മുടിയിലേക്ക് നമ്മളിത് തേക്കേണ്ടത്. ഹെയറുടെ കളർ ചേഞ്ച് ആവുന്നുണ്ടോ? പ്യുവർ ബ്ലാക്ക് ആയിലേക്ക് മാറിയതുണ്ടോ? കുറച്ചുകൂടി ഇരിക്കുന്ന തോറും ചേഞ്ച് ആവും. ഞാൻ കാണിക്കാം നിങ്ങളെ. ഇപ്പോൾ ഒരു 2 മിനിറ്റായി. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് ചേഞ്ചസ് എന്നുള്ളതൊക്കെ നിങ്ങളെ കാണിക്കാം. കളർ ഉണ്ടോ? ഈ കളർ വരുമ്പം നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യണം. ഓക്കെ, മനസ്സിലായല്ലോ കാര്യങ്ങൾ? എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണേ. കണ്ടല്ലോ എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നൊക്കെയുള്ളത്. അത് ആ ഒരു മാറ്റമൊക്കെ നിങ്ങൾ ലൈവായിട്ട് തന്നെ കണ്ടല്ലോ. ആ ഒരു മാറ്റം നമ്മുടെ മുടിക്ക് ഉണ്ടാവണമെങ്കിൽ, അതായത് ആ ഒരു കളർ ബ്ലാക്ക് കളറും കൂടാതെ തന്നെ ആ ഒരു മാറ്റം മുടിയിൽ എന്തുമാത്രം ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് പുറത്ത് വെച്ചപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ബ്ലാക്ക് കളറിലേക്ക് മാറിയത് കണ്ടോ? നമ്മുടെ മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കാനും മുടിയിലെ നര മാറ്റാനും ഡാൻഡ്രഫ് ഇല്ലാതാക്കാനും ഈ ഒരു ഹെയർ പാക്കിൽ നിന്ന് സാധിക്കും. ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയണം. നിങ്ങൾ ഈ ഒരു കാര്യം ആഴ്ചയിൽ എല്ലാ ദിവസവും ചെയ്യാനായിട്ട് നോക്കുക. അതായത് ഈ ഒരു കപ്പ് കണ്ടോ? നമ്മുടെ ഇത്രയും വലിപ്പത്തിലുള്ള ഒരു കപ്പ് വേണം. ഈ ഒരു കപ്പിലേക്ക് തിളപ്പിച്ച വെള്ളം, അതായത് ഈ ഒരു കപ്പ് വെള്ളം ഇത്രയും ഒരു കപ്പ് വെള്ളം തിളപ്പിച്ചത് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് നല്ലതുപോലെ ഇത് ആറണം. നല്ല പച്ച വെള്ളം പോലെ ആറിയതിന് ശേഷം ഇത് നിങ്ങൾ ആഴ്ചയിൽ മുടി കഴുകാനായിട്ട് ഉപയോഗിക്കണം. എന്തിനാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് പല പല കുറവുകളുണ്ട്. അതിനെ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു കപ്പ് വെള്ളത്തിനകത്തോട്ട് 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ട് മുടി കഴുകാനായിട്ട് പറഞ്ഞത്.
തിളച്ച വെള്ളത്തിലേക്കാണ് ഉപ്പിട്ട് വെക്കേണ്ടത്. അത് തണുത്ത് നല്ല പച്ചവെള്ളം പോലെ നമ്മുടെ മുടിക്ക് കഴുകാൻ പറ്റുന്ന പരുവത്തിലാവുന്ന ആ ഒരു നമുക്ക് നല്ല പച്ചവെള്ളം പോലെ ആവില്ല, ആ പരുവത്തിൽ നമ്മൾ ഈ ഒരു കപ്പ് വെള്ളം മുടി കഴുകാനായിട്ട് ഉപയോഗിക്കണം. അത് നമ്മുടെ മുടിയിൽ എന്തെല്ലാം കുറവുണ്ടോ ആ ഒരു കുറവിനെയൊക്കെ പരിഹാരം കണ്ടെത്താനായിട്ട് നമ്മുടെ നിസാരപ്പെട്ട ഉപ്പിൽ നിന്ന് സാധിക്കും. നമ്മളുടെ ഉപ്പിൽ പല പല കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ മുടിക്കും ആവശ്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് മുടി കഴുകാനായിട്ട് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കിയതിനകത്തും ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പിനകത്ത് പല പല കണ്ടന്റുകളും നമ്മുടെ മുടിക്ക് മെയിനായിട്ട് വേണ്ടതാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ ചെന്നാലേ നമ്മുടെ മുടിക്ക് നല്ലപോലെ ബലവും കൂടാതെ തന്നെ മുടിക്ക് വളർച്ചയും കൂടാതെ തന്നെ മുടിയിലുണ്ടാകുന്ന നരയും ഒക്കെ മാറുകയുള്ളൂ. ഈ പറഞ്ഞ പോലെ നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് ചെയ്ത് നോക്കുക. അതായത് ഈ ആഴ്ച നിങ്ങൾ ചെയ്തിട്ട് അടുത്ത ആഴ്ച ചെയ്ത് നോക്കുക. അപ്പോഴത്തേക്ക് നിങ്ങളുടെ മുടിയിലെ കുറേയൊക്കെ മാറ്റങ്ങൾ കണ്ടു കഴിയും. നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് കിട്ടും. എന്തായാലും ചെയ്തിട്ടുള്ള റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും ഇത് ചെയ്തിട്ടുള്ള റിസൾട്ട് വന്ന് ഉറപ്പായിട്ടും നിങ്ങൾ എന്നോട് പറയണേ കേട്ടോ. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ കേട്ടോ. ഞാനിത് ചെയ്ത് കാണിക്കാത്തത് എനിക്ക് ചെയ്ത് കാണിക്കാൻ സാധിക്കില്ല. എനിക്ക് ആരോഗ്യം വളരെ മോശമാണ്. പനി ആയതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ചെയ്ത് കാണിക്കാൻ സാധിക്കില്ല. ഞാൻ എനിക്ക് ചേഞ്ചസ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്തായാലും മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണേ കേട്ടോ, മറക്കരുതേ കേട്ടോ. ചെയ്തിട്ടുള്ള റിസൾട്ടും വന്ന് എന്നോട് പറയാൻ കൂടി നിങ്ങൾ മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബായ്.